എല്ലാ മാതാപിതാക്കൾക്കും മക്കളെന്നും കുഞ്ഞാ. തല്ലേണ്ടത് തല്ല് തന്നെ വേണം. അല്ലെങ്കിൽ നാളെ നാട്ടുകാർ റോഡിലിട്ട് തല്ലും. എന്ത് കിട്ടിയടാ നിനക്കൊക്കെ ആ ചെറുക്കനെ ഇല്ലാതാക്കിയപ്പോൾ? അവനും ഇല്ലായിരുന്നു ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ. ഇതിന് കഞ്ചാവും MDMA എന്നൊക്കെ പറയണം. കഞ്ചാവ് MDMA ഒന്നും അല്ലല്ലോ. നിന്റെ എല്ലാം കൂടെ കഴപ്പ് ആ ചെറുക്കൻ്റെ പുറത്ത് തീർത്ത്. അവൻ്റെ തലയോട്ടിയൊക്കെ പൊട്ടണമെങ്കിൽ എമ്മാതിരി അടിയായിരിക്കും നീയൊക്കെ അടിച്ചത്. പ്ലാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളൊരു മർഡർ അല്ല. എന്ത് പറയാനും, എന്ത് ചെറ്റത്തരം കാണിച്ചാലും വീട്ടുകാർ ന്യായീകരിക്കരുത്. മക്കളെന്നും മാതാപിതാക്കൾക്ക് കുഞ്ഞു തന്നെ. ഇനി 50 ആയാലും 60 വയസ്സായാലും അവർ കുഞ്ഞു തന്നെ മക്കൾ. ചെറ്റത്തരം കാണിക്കുകയാണെങ്കിൽ തല്ല് തന്നെ വേണം. അല്ലെങ്കിൽ നാളെ വീട്ടിൽ ഇരിക്കുന്നവരെ പള്ളക്ക് കത്തി കയറ്റും. അതിന് വക്കാലത്തുമായിട്ട് വേറെ കുറേ ആൾക്കാർ ഉപയോഗിക്കും. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എല്ലാവന്മാരും കൂടെ പറഞ്ഞേക്കുന്നു, നിയമമൊന്നും വിഷയമല്ല, നമ്മുടെ നിയമമൊന്നും അത്ര കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോയാൽ തിരിച്ചിങ്ങ് വരാം. ഇത് നീ എല്ലാം കൂടെ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിത്തള്ളുണ്ടാക്കിയുള്ള വഴക്കല്ലല്ലോ. വെൽഡ് പ്ലാൻ മർഡർ എന്ന് വേണം പറയാൻ. പ്ലാൻ ചെയ്തുകൊണ്ട് നിസ്സഹായനായ ഒരു ചെറുക്കനെ കഴിവേറ്റി. എന്നിട്ട് ഇവനെയൊക്കെ ജയിലിലാണ് കൊണ്ടിടേണ്ടത്, അല്ലാതെ ചിൽഡ്രൻസ് ഹോമിലല്ല. ഇവനും മറ്റേ കോട്ടയത്ത് റാഗ് ചെയ്തവന്മാരും ഒക്കെ തമ്മിൽ എന്താ ബന്ധം? എല്ലാം ഒരേ ഇത് തന്നെ. ഇവനൊക്കെ നാളെ സ്കൂളിലിരുന്ന് എഴുതി, എക്സാം എഴുതി, ഇനി PSC എഴുതി കയറി അടുത്ത കൊലപാതകത്തിന് വേണ്ടി ഇറങ്ങും. എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ ഒരാളുടെ മേത്ത് കൈവെക്കുന്നു, അവനും വീടും കുടുംബവും അവൻ്റെ മക്കൾ, അവൻ്റെ മുമ്പോട്ടുള്ള ജീവിതം എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കും വലിയ വലിയ മോഹങ്ങളും ആഗ്രഹങ്ങളും ഉള്ള നിങ്ങളും കൊച്ചു പിള്ളേരാണ്. നിങ്ങളും വളർന്നു വരുന്ന തലമുറകളാണ്. നിങ്ങളുടെ മേലും ഒരുപാട് പ്രതീക്ഷകളുണ്ട് നിങ്ങളുടെ വീട്ടുകാർക്ക്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാവിയല്ലേ നിങ്ങൾ തന്നെ തൊലയ്ക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നീയൊക്കെ അറിഞ്ഞോ അറിയാതെയോ, അറിയാതല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ഇല്ലാതാക്കിയതൊരു ജീവനല്ലേ. അവനും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നില്ലേ, അവനും ആഗ്രഹങ്ങളുണ്ടായിരുന്നില്ലേ? അത് ഈ റമദാനിൽ. ഇതിനിപ്പോൾ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റത്തില്ല, വീട്ടുകാരെ വേണം കുറ്റം പറയാൻ. സർക്കാരിനെ കുറ്റം പറയാൻ കാരണം നിങ്ങളുടെ കൊടുത്ത ജാമ്യാപേക്ഷ അവർ തള്ളി. സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തിട്ടുണ്ട്. വീട്ടുകാരുടെ മക്കളല്ലേ, ഈ തോടെ വെച്ചിട്ടുണ്ടോ നാളെ കിട്ടും പഠിക്കും. നിനക്കൊക്കെ ഉറക്കം വരും ഇവിടെ കിടന്നാൽ, നിനക്കൊക്കെ ഉറക്കം വരുമോ?